രണ്ടുപേരിരുന്ന് പാടുന്നതായിട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചു. മുഖ്യമന്ത്രി ഇല്ലാതെ അനാഥരായി നിൽക്കുന്ന ഒരു കൂട്ടം ജനം ആയിരുന്നല്ലോ നമ്മൾ ഇന്നലെ. അപ്പോൾ അങ്ങനെ എഴുതി വന്നപ്പോൾ വാർത്ത കണ്ടു, ഉടൻ തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഞാൻ ആ പാട്ട് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ വൈകുന്നേരം പറയുന്നു നമുക്ക് നാളെ മുഖ്യമന്ത്രിയെ പറയാമെന്ന്. അപ്പോൾ ഞാനൊരു പാട്ട് പെട്ടെന്ന് എഴുതിയതാണ്. രണ്ടുപേരെ വെറുപ്പിച്ചിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ സതീശൻ കയറിയിരിക്കുന്നത്. കസേരയിൽ ഇരിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കസേര കൊണ്ടു നടക്കാൻ. അതുകൊണ്ട് എപ്പോഴാണ് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കൊത്തുക എന്നുള്ളത് പറയാൻ കഴിയില്ല. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ 3 പേർക്കും വേണ്ടി സംഘാടകരോട് നന്ദി പറയുകയാണ്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഈ കൾച്ചറൽ ഫെസ്റ്റിവൽ സാംസ്കാരികോത്സവത്തിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ. സുനീഷ് വരനാട്, അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയിൽ ഏറ്റവും മികച്ച ഹാസ്യ സാഹിത്യകാരനുള്ള അവാർഡ് നേടിയ ഒരു വ്യക്തിയാണ്. സ്റ്റാൻഡപ്പ് കൊമീഡിയനാണ്. നമ്മളൊക്കെ വൈകുന്നേരങ്ങളിൽ ചാനലുകളിൽ കാണുന്ന പല ചാനലുകളിലെയും ഹാസ്യ പരിപാടികളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ, സംവിധായകനൊക്കെയാണ് എൻ്റെ പിന്നിലെ പ്രധാന കക്ഷിയാണ്. എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളിൽ, ഇൻ്റർനെറ്റിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള അറിയപ്പെടുന്ന ഒരു ഹാസ്യ ഗായകനാണ്, പാരഡി ഗായകനാണ്. സർവോപരി അദ്ദേഹം ഒരു ആനിമേറ്ററാണ്. കോളേജ് കാലം മുതലുള്ള പരിചയമാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇദ്ദേഹത്തിനോടുള്ള പ്രത്യേകത, അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും നേടിയപ്പോൾ അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ലായിരുന്നു. ജൂറി മെമ്പറായ ഞാൻ അദ്ദേഹത്തിനെ അതിൻ്റെ കൃതികൾ കണ്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് അവിചാരിതമായി ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. എന്തായാലും താങ്കൾക്കും സ്വാഗതം. നമുക്ക് മുഖ്യമന്ത്രിയായി. അപ്പം കഴിഞ്ഞ ദിവസം വൈകുന്നേരം നിങ്ങളൊരു പോസ്റ്റ് ഇട്ടു. മുഖ്യമന്ത്രി ആയില്ലായിരുന്നു അന്നേരം. വൈകുന്നേരം. അപ്പോൾ നിങ്ങളിട്ട പോസ്റ്റ് 15 ലക്ഷത്തിൻ്റെ മുകളിൽ ആളുകൾ കഴിഞ്ഞ 12 മണിക്കൂറിനുള്ളിൽ കണ്ട ആ പാട്ടൊന്ന് പാടാമോ? അത് പാടാം. അത് പാടുമ്പോൾ ആ പാട്ടിൻ്റെ വരവിന് ഒരു പ്രത്യേകതയുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ മുഖ്യനെവിടെ, ഞങ്ങൾക്ക് മുഖ്യമന്ത്രി എത്താ എന്നൊരു ജനത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മളങ്ങനെ പറഞ്ഞ് ശീലിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. 10 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ മുഖ്യമന്ത്രി എവിടെ എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. ഇതിനു മുമ്പ് 18 ദിവസം എടുത്തായിരുന്നു, ഇതിനു മുമ്പ് 13ൻ്റെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ലിസ്റ്റൊക്കെ വരുന്നുണ്ട്. ഏതായാലും ഇന്നലെ ഉച്ചയായപ്പോൾ ഞാനൊരു 2 വരി എഴുതി. അതൊരു സാധാരണ പാരഡി ഗാനം പോലെ അല്ലാതെ ഒരു അന്താക്ഷരിയുടെ രൂപത്തിൽ 2 പേരിരുന്ന് പാടുന്നതായിട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചു. മുഖ്യമന്ത്രി ഇല്ലാതെ അനാഥരായി നിൽക്കുന്ന ഒരു കൂട്ടം ജനം ആയിരുന്നല്ലോ നമ്മൾ ഇന്നലെ. അപ്പോൾ അങ്ങനെ എഴുതി വന്നപ്പോൾ വാർത്ത കണ്ടു, ഉടൻ തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഞാൻ ആ പാട്ട് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ വൈകുന്നേരം പറയുന്നു നമുക്ക് നാളെ മുഖ്യമന്ത്രിയെ പറയാമെന്ന്. അപ്പോൾ ഞാനൊരു പാട്ട് പെട്ടെന്ന് എഴുതിയതാണ്. അത് ഞാൻ പറയില്ല, അന്താക്ഷരി പോലെയാണ്. ഈ പാട്ടാണ് ഏറ്റവും 10-15 ലക്ഷം പേര് ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് നോക്കുമ്പോൾ 14 ലക്ഷത്തോളം ആൾക്കാർ അത് കണ്ടു. അത് ഒരു രാത്രി പോലും ആയില്ല, നമ്മൾ ഒരു രാത്രി കഴിഞ്ഞപ്പോൾ. കാരണം ആ വിഷയം ജനം അത്ര ശ്രദ്ധിച്ചത് കൊണ്ടായിരിക്കാം അത് അത്രയും കണക്റ്റ് ആയത്. അതൊരു 6 പാട്ടുകൾ ചേർത്തിട്ടാണ്. അപ്പോൾ 6 പാട്ട് ചേർത്ത് ഞാൻ ആ പാട്ട് മുഖ്യനില്ല എന്ന് പറഞ്ഞു വന്നപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് മുഖ്യൻ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അതും കൂടെ ചേർക്കണേ? അതും കൂടെ ചേർക്കാം. ഓക്കെ. ബന്ധുവാര് ശത്രുവാരത്തൊരു പാട്ടുണ്ട്, ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയാണ്. മുഖ്യനാര് ഉപമുഖ്യനാര്, വോട്ടു ഞങ്ങൾ ചെയ്തതല്ലേ ഹൈക്കമാൻഡേ പറയൂ. മുഖ്യനാര് ഉപമുഖ്യനാര്. അതിൻ്റെ 2ാമത്തെ അക്ഷരം ലൈൻ എന്ന് പറയുന്നത് വോട്ട് ഞങ്ങൾ ചെയ്തതല്ലേ. വരാന്ന് പറഞ്ഞിട്ട് മുഖ്യൻ വരാതിരുന്നാലോ, ഈ പരാതി കണ്ടോ നീ, ഇത് ഞാൻ ആർക്കു കൊടുക്കാനാ. ഈ പരാതി കണ്ടോ നീ. ഈ ആഴ്ച മുഴുവനും കസേര ഒഴിഞ്ഞു കിടന്നു, ഞായറാഴ്ചയെങ്കിലും ഇതുവഴി വരുമോ മിനിസ്റ്റർ, മുഖ്യ മിനിസ്റ്റർ.
ആളുകൾ ദേ നാളുകളായി നിങ്ങളെ കാത്തിരിപ്പു, വരുമോ ഇതിലേ ഇതു നാഥനില്ലാത്ത വീടോ, അതിനിടവരുത്തല്ലേ. ആളുകൾ ആ തൃപ്തിയങ്ങു പോയി, ഇന്നൊരാഴ്ചയായി ഞങ്ങളുടെ നേതാക്കളും പോയി മറഞ്ഞു, ആ തൃപ്തിയങ്ങ് പോയി. ഞങ്ങളുടെ അയ്യോ ആ ട്യൂൺ ഞാൻ മറന്നുപോയി. ഇത്രേ ഉള്ളൂ. ഞാനാണ് ആ മന്ത്രി, ഞാനാണ് ആ മുഖ്യൻ, എന്നെ കണ്ടാൽ തോന്നില്ലേ. നിങ്ങളുടെ അനുഗ്രഹമുണ്ടേൽ കേരളം ഞാൻ ഭരിക്കാം. ഞാൻ ഭരിക്കുമ്പോൾ നീ കാലുവാരല്ലേടാ, പാരകൾ പണിയരുതേ. ഞാനാണ് ആ മന്ത്രി, ഞാനാണ് ആ മുഖ്യൻ, എന്നെ കണ്ടാൽ തോന്നില്ലേ. ഞാനൊന്ന് നോക്കിയിട്ട് പറയാം. അപ്പോൾ എന്നെ കണ്ടാൽ തോന്നില്ലേ അപ്പോൾ ലാസ്റ്റ് പാട്ടായിട്ട് ഇന്നലെ വന്നതാണ്. എന്തിനു നമുക്കൊരു മുഖ്യമന്ത്രി, എന്തിനു നമുക്കൊരു മുഖ്യമന്ത്രി, ബ്യൂറോക്രാറ്റുകൾ ഭരിക്കുകില്ലേ കേരളത്തിൽ വെറുതെ, എന്തിനു നമുക്കൊരു മുഖ്യമന്ത്രി. ഇങ്ങനെ പറഞ്ഞാണ് ആ പാട്ട് ഇന്നലെ നിർത്തിയത്. അപ്പോൾ ഇന്ന് ഉച്ചയായപ്പോൾ നമുക്ക് മുഖ്യമന്ത്രി ഉണ്ടായി. ശ്രീ VD സതീശനാണ് നമ്മുടെ പുതിയ മുഖ്യമന്ത്രി, ശരിയല്ലേ? അപ്പോൾ കേരളത്തിൽ വെറുതെ എന്ന് വരുന്നതുകൊണ്ട് ക എന്ന അക്ഷരം വരും. അപ്പോൾ ക കൂട്ടി ഇന്നുണ്ടാക്കിയ പാട്ടാണ്. കാത്തു സൂക്ഷിച്ചൊരു മന്ത്രി കസേര, കാത്തു സൂക്ഷിച്ചൊരു മന്ത്രി കസേര, വീടി കൊത്തിപ്പോയി, അയ്യോ സതീശൻ കൊത്തിപ്പോയി. ഇനി വരുന്നൊര പഞ്ചവത്സരം വീടി നമ്മുടെ CM, ഇനി വരുന്നൊര പഞ്ചവത്സരം വീടി നമ്മുടെ CM, വീടി നമ്മുടെ CM. ശ്രീമാൻ VDക്ക് എല്ലാ ആശംസകളും. വളരെ ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇത് കണ്ടത്. പക്ഷെ നിങ്ങളൊരു സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്. ഇരുന്ന് സംസാരിച്ചാൽ മതി, ഇരുന്നാൽ മതി, മൈക്ക് കൊടുക്കണം. അപ്പം ഇദ്ദേഹം സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്, കണ്ണൂരുകാരനാണ്, നമ്മുടെ സുകുമാർ അഴീക്കോട്. അദ്ദേഹം 100 വർഷം തികയുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ആഘോഷിച്ചത്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഈ കോൺഗ്രസ്സുകാരോടൊക്കെ ഒരു ഉപദേശമൊക്കെ കൊടുക്കുമല്ലോ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ എന്നുള്ള നിലയിൽ സുകുമാർ അഴീക്കോട് നിങ്ങളുടെ ഭാവനയിലൊന്ന്? നമ്മൾ അഴീക്കോട് മാഷ് പറയുന്നതിന് മുമ്പ് എല്ലാവർക്കും നമസ്കാരം. കണ്ണൂർ എന്ന് പറയുമ്പോൾ ഒരുപാട് വളരെ ഇൻ്റലക്ച്വൽ തമാശകൾ പറഞ്ഞിരുന്ന ആളുകളുള്ള സ്ഥലമാണ്. ഞാൻ പറഞ്ഞിരുന്നതെന്ന് പറയാൻ കാരണം, ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് പ്രവർത്തിക്കുന്നത് മലയാള സിനിമയിലാണ്. ഇപ്പോൾ മലയാള സിനിമയിൽ ഏറ്റവും ഇൻ്റലക്ച്വൽ തമാശകൾ ഉണ്ടാക്കിയിരുന്ന ആള് ശ്രീനിയേട്ടനാണ്. ഇപ്പോൾ എലക്ഷൻ സമയത്ത് ഒരു ശ്രീനിയേട്ടൻ തമാശയിൽ നിന്ന് തുടങ്ങാം, നമുക്ക് അതിലേക്ക് വരാം. എലക്ഷൻ കുറച്ചു കാലം മുന്നേ ഇന്നസെൻ്റ് തിയേറ്ററിൽ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ഇന്നസെൻ്റ് ചലച്ചിത്ര നടൻ ഇന്നസെൻ്റ് ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞ എല്ലാ പത്രങ്ങളിലും വാർത്ത വന്നു. ഈ വാർത്ത വന്നതിന് അന്ന് എല്ലാ സിനിമാ താരങ്ങളും ഇന്നസെൻ്റ് തിയേറ്ററിനെ വിളിച്ചിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇന്നസെൻ്റ് ചേട്ടൻ ഞങ്ങൾ കൂടെയുണ്ട്, അമ്മയുടെ പ്രസിഡന്റാണ്, ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് എല്ലാ താരങ്ങളും, മോഹൻലാൽ മുതൽ മമ്മൂട്ടി മുതൽ എല്ലാവരും വിളിച്ചു. ഒരാൾ മാത്രം വിളിച്ചില്ല. വിളിക്കാതിരുന്നത് ശ്രീനിയേട്ടനായിരുന്നു. വൈകുന്നേരമായിട്ടും ശ്രീനിയേട്ടൻ്റെ വിളി കാണുന്നില്ല. 6 മണിയായി 7 മണിയായപ്പോൾ ഇന്നസെൻ്റ് ചേട്ടൻ അവസാനം ഈഗോ മാറ്റി വെച്ചിട്ട് തിരിച്ചു വിളിച്ചു. ശ്രീനിയേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നസെൻ്റ് ചേട്ടൻ, ശ്രീനി എന്തുണ്ട് വിശേഷം? അപ്പോൾ ശ്രീനിയേട്ടൻ പറഞ്ഞു, കുഴപ്പമില്ല, അങ്ങനെ പോണു. നിനക്ക് സിനിമയൊക്കെ ഉണ്ടാ? കുഴപ്പമില്ല, ഞാനിപ്പോൾ ഒരു സിനിമ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഗിരിജിക്കും പിള്ളേർക്കൊക്കെ സുഖം തന്നെയല്ലേ? വലിയ കുഴപ്പം. അപ്പോഴും ഇന്നസെൻ്റ് ചേട്ടൻ ഇത് ചോദിക്കാൻ ഇപ്പോഴെങ്കിലും ചോദിക്കുമല്ലോ എന്നാണ് ഇന്നസെൻ്റ് ചേട്ടൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ ഇന്നസെൻ്റ് ചേട്ടൻ അത് ചോദിക്കുന്നേ ഇല്ല, ശ്രീനിയേട്ടൻ അത് ചോദിക്കുന്നേ ഇല്ല. അവസാനം സഖി കെട്ടിട്ട് ഇന്നസെൻ്റ് ചേട്ടൻ ചോദിച്ചു, നീ പത്രമൊന്നും വായിക്കാറില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീനിയേട്ടൻ്റെ മറുപടിയാണ് ക്ലാസിക് മറുപടി. അദ്ദേഹം പറഞ്ഞത്, ഞാൻ പത്രം വായിക്കാറുണ്ട്, പക്ഷേ എനിക്ക് ആവശ്യമുള്ള വാർത്ത മാത്രമേ ഞാൻ വായിക്കാറുള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞത്. പത്രം ഇൻ്റലക്ച്വലായിട്ടുള്ള തമാശ പറയുന്ന ശ്രീനിയേട്ടൻ്റെ നാട്ടിൽ നിന്നാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ സുധീറേട്ടൻ ചോദിച്ചത് അഴീക്കോട് മാഷും കണ്ണൂരുകാരനാണ്. അപ്പോൾ അഴീക്കോട് മാഷ് ഒരു പക്ഷേ എങ്ങനെയായിരിക്കും പറയുക, അല്ലെങ്കിൽ ഇപ്പോഴത്തെ VD സതീശൻ മുഖ്യമന്ത്രിയായ, അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി തർക്കവും അധികാര തർക്കവും ഒക്കെ ഉള്ള സമയത്ത് ഒരുപക്ഷെ എനിക്ക് തോന്നിയതാണ്, അങ്ങനെ ആവാം ചിലപ്പോൾ പറയുക, ഈ കോൺഗ്രസിൻ്റെ ചിഹ്നമെന്ന് പറയുന്നത് കൈപ്പത്തിയാണല്ലോ,
ഞാൻ ഈ കൈപ്പത്തി നല്ല വിളിക്കുക കൈപ്പറ്റി എന്നാണ് കേട്ടോ. ഈ അധികാരം കൈപ്പറ്റി എന്നാണ് പറയുക. ഇപ്പോൾ VD സതീശന് അധികാരം കൈപ്പറ്റി കിട്ടിയിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ബലമായൊരു സംശയം കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയെ എന്തു വിളിക്കുമെന്നാണ്. കാരണം കുറേ കാലമായി ധനമില്ലാത്ത ഒരു വകുപ്പാണ് ധനകാര്യ വകുപ്പ്. പകരം എനിക്ക് തോന്നുന്നത് ധനകാര്യ വകുപ്പ് മാറ്റിയിട്ട് കടകാര്യ വകുപ്പ് മന്ത്രി എന്നങ്ങനെ വാക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുകയാണ് കേട്ടോ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ എന്നൊരു പക്ഷേ പറഞ്ഞേക്കാം എന്ന് തോന്നുന്നു. അഴീക്കോട് മാഷൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ 10 ദിവസത്തിനിടയിൽ എത്ര തമാശ ഗംഭീരമായി കേൾക്കാമായിരുന്നു എന്നുള്ളതാണ്. വലിയ നല്ല ആളുകൾ അല്ലെങ്കിൽ അല്ലെ അത്തരം നല്ല തമാശ പറയുന്ന ആളുകൾക്ക് ഇപ്പൊ അങ്ങനത്തെ ആളുകളില്ല. നമുക്ക് വളരെ മർമ്മത്തിൽ കൊള്ളുന്ന രീതിയിൽ മറുപടി പറയുന്ന അല്ലെങ്കിൽ ഉപദേശിക്കുന്ന ഒരാളാണ് കണ്ണൂരുകാരനായ നമ്മുടെ ലീഡർ. അതെ, ലീഡറും കണ്ണൂരുകാരനാണ്. അപ്പൊ ഒരുപക്ഷെ VD സതീശന് കൊടുക്കാൻ പറ്റുന്ന ഉപദേശം ലീഡർക്ക് ആയിരിക്കും ഏറ്റവും നന്നായി കൊടുക്കാൻ പറ്റുന്നത്. അതെങ്ങനെയായിരിക്കും? ഒരുപക്ഷെ കുറെ കാലമായി ലീഡറേക്ക് അനുകരിച്ചിട്ട്. എന്നാലും സതീശൻ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 5 പേരെ വെറുപ്പിച്ചിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ സതീശൻ കയറിയിരിക്കുന്നത്. കസേരയിൽ ഇരിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കസേര കൊണ്ടു നടക്കാൻ. അതുകൊണ്ട് എപ്പോഴാണ് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തുക എന്നുള്ളത് പറയാൻ കഴിയില്ല. ഫ്രണ്ടിൽ നിന്നും പിന്നെ ബാക്കിൽ നിന്നുമൊക്കെ കൂട്ടത്തിലുള്ള ആളുകൾ കുത്തുക എന്നത് അവരുടെ ഒരു വിനോദമാണ്. കോൺഗ്രസ്സിൽ അങ്ങനെയാണ്. മാത്രമല്ല, ഒരു സൈഡിൽ നിന്നും എൻ്റെ മകൻ കൂടി ചിലപ്പോൾ കുത്തിയേക്കാം. ശ്രദ്ധിക്കുക എന്നായിരിക്കും ഒരുപക്ഷെ പറയുക. ഇതുപോലെ തന്നെയാണ് ഇടതുപക്ഷത്തില് VS അച്യുതാനന്ദൻ കണ്ണേ കരളെ VS അതിനെ ഇപ്പൊ അങ്ങനെ വിളിക്കുന്നത്. അങ്ങനെ ഒരു മുദ്രാവാക്യം ഈ അടുത്ത കാലത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഈ ഇൻ കേസ് നമ്മുടെ VS അച്യുതാനന്ദൻ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും? സഖാവിന്റെ ഏറ്റവും വലിയൊരു തമാശ ഞാൻ സ്റ്റേജിൽ കേട്ടൊരു തമാശയാണ്. അദ്ദേഹം സ്റ്റേജിൽ പറഞ്ഞാണ്, ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല. ഞാൻ മാതൃഭൂമിയിൽ അന്ന് പത്രപ്രവർത്തനമായിരുന്ന കാലത്ത് ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ കേട്ടതാണ്. അപ്പോൾ അദ്ദേഹം അന്ന് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായ സമയമാണ്. അപ്പോൾ പുള്ളി പറഞ്ഞത്, മുസ്ലിങ്ങൾക്ക് മുസ്ലിം പള്ളി, ക്രിസ്ത്യാനികൾക്ക് ഇവിടെ ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. മുസ്ലിങ്ങൾക്ക് മുസ്ലിം പള്ളിയുണ്ട്, ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യൻ പള്ളിയുമുണ്ട്. പക്ഷേ ആളുകൾ ചോദിച്ചു, ഹിന്ദുക്കൾക്കൊരു പള്ളി വേണ്ടേ എന്ന്. അപ്പോൾ തന്നെ ഹിന്ദുക്കൾക്ക് വേണ്ടി പുതുതായി വന്നു ഒരു പള്ളി, വെള്ളാപ്പള്ളി. ഇത് പറഞ്ഞതാ. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ VDSന് ഏറ്റവും കൂടുതൽ ഉപദേശം കൊടുക്കാൻ പറ്റിയ ആള് അച്ചുമാമയാണ്. കാരണം കിടിലൻ പ്രതിപക്ഷ നേതാവായിരുന്നൊരു കാലമുണ്ടായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവിൻ്റെ എല്ലാ വീറുറ്റ വാശിയോടും കൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ എന്നെ ആരും മുഖ്യമന്ത്രിയാക്കിയില്ല. പിന്നെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ അത്രയും നന്നായി പ്രവർത്തിക്കാനും പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഉണ്ട്, അല്ലെങ്കിൽ മറ്റാരുണ്ട് ഞാനല്ലാതെ എന്ന തോന്നലില്ലാതെ കേരളത്തിലെ ആളുകൾക്ക് വേണ്ടി ഭരിച്ചാൽ 5 കൊല്ലം നന്നായി ഭരിക്കാൻ കഴിയും. പക്ഷേ ഇഷ്ടംപോലെ പാര 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 വന്നുകൊണ്ടിരിക്കും എന്നാവും പറയുക. അവരൊക്കെ ഒരുപക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ ഭരണാധികാരികൾ, നയനാർ സഖാവ്, നമുക്കറിയാം തമാശ പറയുമ്പോഴാണ് ഒരുപക്ഷെ ഏറ്റവും നല്ല ഭരണാധികാരികൾ ഉണ്ടാവുക എന്നാണ്. ഇപ്പം ഞാനൊക്കെ ഒരു തമാശ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ടാണ്. നമുക്ക് ന്യൂസ് കണ്ട് ന്യൂസ് എന്നത് തിരിച്ച് ലൈവ് എന്നത് തിരിച്ച് നമുക്ക് വയ്ക്കേണ്ട ഈവിൾ എന്നാണ് ലൈവ് തിരിച്ചു വയ്ക്കും. അങ്ങനെ ആയി. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്നാണ് ഞാനൊക്കെ പറയുന്നത്. അതായത് ആ വാർത്തയിൽ എവിടെയാണ് നെഗറ്റീവ് കണ്ടന്റ് ഉള്ളതെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ജോലിയാണ് ഇപ്പം മാധ്യമപ്രവർത്തകർക്ക്. നെഗറ്റീവ് കണ്ടന്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് അത് അവതരിപ്പിക്കുക, അതാണ് ഇപ്പോഴത്തെ ജേർണലിസം. അപ്പം അതെനിക്ക് തോന്നുന്നത് ഈ വാർത്തകൾ കാണുന്നതിനിടയിലൊക്കെ നമുക്കിഷ്ടം കൂടുതലും തമാശ കാണാനും കേൾക്കാനും തമാശ അറിയാനുമാണ്. അതുകൊണ്ടാണല്ലോ ഫെലിക്സ് അച്ചായനെ പോലുള്ള ആളുടെ പാട്ടുകൾ ഹിറ്റാവുന്നത്. കോവിഡ് വരുമ്പോൾ നമ്മൾ 1 വർഷമെങ്കിലും നമ്മളെല്ലാവരും 1-2 വർഷം ഞങ്ങൾ വെറുതെ ഇരുന്നിട്ടുണ്ട്. നമ്മളെപ്പോലുള്ളവർക്ക് ഒരു വർക്കും ഇല്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. ആകെയുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഫോണും സോഷ്യൽ മീഡിയയുമാണ്. ഈ സുഖമാണ് ഇതിനകത്ത് കുറേ ആളുകൾക്ക് ഒരു രസം. അതായത് ഞാനിപ്പോൾ പറഞ്ഞ ഫേക്ക് ഐഡിയയിൽ ഒരു സുഖം. ഒന്ന് ചുറ്റും പരിശോധിച്ചാൽ മനസ്സിലാവും, ഏറ്റവും നല്ല രസകരമായ തമാശ നിറഞ്ഞ കൗണ്ടറുകളുടെ ഉടമകൾ സ്ത്രീകളായിരിക്കും.